ഇന്ത്യയിലെ BJPയും കോൺഗ്രസും പിന്നെ മുസ്ലിം ലീഗും തുടങ്ങിയിട്ടുള്ള എല്ലാ പാർട്ടികളുടെയും ബഹുഭൂരിപക്ഷം പാർട്ടികളും സത്യത്തിൽ ചെറിയ രീതിയിൽ ഇടതുപക്ഷ സ്വഭാവം വെച്ച് പുലർത്തുന്നവർ തന്നെയാണ്. വിവേകാനന്ദൻ ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ വന്നപ്പോൾ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് മടങ്ങിപ്പോയത്. വിവേകാനന്ദൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അത് അമേരിക്കയിലോ വേറെയും പോയി താമസിക്കുകയായിരുന്നു. കാരണം ഇന്ത്യ തന്നെ ഭ്രാന്താലയമായിട്ട് മാറി. ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് ദേശീയ തലത്തിലുള്ള ചില പാർട്ടികൾ ചേർന്നുകൊണ്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക വേണ്ടിയേ. അതിന് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റും. കേരളത്തിൽ തന്നെ ആലോചിച്ച് ചോദിക്കുക, ഇപ്പം കേരളത്തിൽ ഇപ്പോൾ ഒരു പുതിയ പാർട്ടിക്കുള്ള സ്കോപ്പുണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അതായത് ഈ ഐഷ പൊറ്റിയും ഈ ടി ഗോവിന്ദനും ഈ കുഞ്ഞികൃഷ്ണനും ഈ പിന്നെ ജി സുധാകരനും എല്ലാം കൂടെ കൂടിയിട്ട് KK രമയും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു ബ്ലോക്കായിട്ടിരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം വരും. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ഇന്ത്യയിൽ നേരത്തെ കോൺഗ്രസ് ആണ് ആശയപരമായിട്ട് അല്ലെങ്കിൽ നെഹ്റുവിയൻ ഇടത് ആശയങ്ങളൊക്കെ ആയിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നൊരു പാർട്ടി എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് പിന്നീട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നു. അപ്പോൾ രണ്ട് പക്ഷമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഇടത് നെഹ്റുവിയൻ ആശയങ്ങളും അതോടൊപ്പം തന്നെ സംഘപരിവാർ ആശയങ്ങളും. ഇന്നിപ്പോൾ അത് സംഘപരിവാർ ആശയങ്ങൾ മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. മറുവശത്ത് ഒരു പക്ഷമില്ലാത്ത അവസ്ഥയുണ്ട്. ഇടതുപക്ഷമുണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷേ വളരെ ശുഷ്കമായ രീതിയിൽ കേരളത്തിൽ മാത്രമാണ് ഇടതുപക്ഷം നിലയുറപ്പിക്കുന്നത്. അപ്പോൾ ദേശീയ തലത്തിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശയപരമായിട്ട് ഐഡിയോളജിക്കലി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആവശ്യമില്ലേ? അല്ല, ഐഡിയോളജിക്കലി അതായത് പിന്നെ നെഹ്റുവിയൻ സോഷ്യലിസം എന്നുള്ളതാണല്ലോ ഉദ്ദേശിച്ചത്. അതായത് പിന്നെ എക്സ്ട്രീം പിന്നെ ലെഫ്റ്റ് അല്ല. നെഹ്റുവിയൻ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ വെൽഫെയർ ടാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടായിരുന്നു. അങ്ങനെ കാരണം ഉള്ളവൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് ഇല്ലാത്തവരെ സഹായിക്കുക എന്നുള്ള രീതിയിലുള്ളത്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നെഹ്റു കൊണ്ടുവന്നിരുന്നു. പക്ഷേ നെഹ്റുവിയൻ സോഷ്യലിസത്തിൽ നിന്ന് പിന്നീട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വരുമ്പം കുറച്ചുകൂടി തീവ്രമായിട്ട് വരുന്നു. തെലുങ്കാന സമരങ്ങൾ നടക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ അവർ അധികാരത്തിൽ വരുന്നു. പിന്നെ ബംഗാളിൽ CPM അധികാരത്തിൽ വരുന്നു. ത്രിപുരയിൽ വരുന്നു. ട്രേഡ് യൂണിയൻ മേഖലയിൽ അമരാവതി സമരം നടക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ഒക്കെ വരുന്നു. ഇന്ത്യയിലെ BJPയും കോൺഗ്രസും പിന്നെ മുസ്ലിം ലീഗും തുടങ്ങിയിട്ടുള്ള എല്ലാ പാർട്ടികളുടെയും ബഹുഭൂരിപക്ഷം പാർട്ടികളും സത്യത്തിൽ ചെറിയ രീതിയിൽ ഇടതുപക്ഷ സ്വഭാവം വെച്ച് പുലർത്തുന്നവർ തന്നെയാണ്. അങ്ങനെയുള്ള ഇപ്പോൾ നമ്മളെ മറ്റേ അമേരിക്കയിലെ UK പോലെ വല്ലാത്ത വലത് തീവ്രവാദം എന്നുള്ള സാധനം ഇവിടെ ഒരു പാർട്ടികൾക്കും ഇല്ല. അതിപ്പോൾ BJP ആണെങ്കിൽ ഇപ്പോൾ സ്വച്ഛ് ഭാരത് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, അതെല്ലാ പാർട്ടികൾക്കും അതുണ്ട്. പക്ഷേ ഇന്ത്യയിലെ അപകടം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ജാതീയതയാണ്. വിവേകാനന്ദൻ ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ വന്നപ്പോൾ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് മടങ്ങിപ്പോയത്. വിവേകാനന്ദൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അത് അമേരിക്കയിലോ വേറെയും പോയി താമസിക്കുകയായിരുന്നു. കാരണം ഇന്ത്യ തന്നെ ഭ്രാന്താലയമായിട്ട് മാറി. ഇവിടുത്തെ കാസ്റ്റ് സിസ്റ്റത്തിനെ പൊളിച്ച് കളയാതെ ഒരു രക്ഷയില്ല. കാസ്റ്റ് സിസ്റ്റത്തിനെ പൊളിച്ചിട്ടുള്ള ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി വരുന്ന സമയത്ത് ആം ആദ്മി പാർട്ടി അവിടുത്തെ കാസ്റ്റ് സിസ്റ്റം, കേട്ടോ ഞാൻ ക്ലാസ് അല്ല, കാസ്റ്റ് സിസ്റ്റം, ഇവിടുത്തെ ജാതി സമ്പ്രദായം, അതിനെ ആം ആദ്മി പാർട്ടിക്ക് അന്ന് പൊളിക്കാൻ പറ്റിയായിരുന്നു ഒരു ഘട്ടത്തിൽ. അത് വെൽഫെയറും ഉണ്ടായിരുന്നു അതിനകത്ത് പിന്നെ കുറച്ച് ആവശ്യമില്ലാത്ത ഓഫറുകളൊക്കെ കൊടുത്ത് സൗജന്യങ്ങൾ കൊടുത്ത് വഷളാക്കിയതാണ്. ഇവിടെ ഒരു സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇവിടുത്തെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ഉദാഹരണം ഇപ്പോൾ കേരളത്തിൽ തന്നെ പറയാം. 2020 വരുമ്പോൾ 2020 തുടക്കത്തിൽ ഒരു മൈലേജ് ഉണ്ടാക്കിയായിരുന്നു. ഇത്തവണ അത് അവർക്ക് നിലനിർത്താൻ പറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ. ഉള്ള പ്രശ്നം പറ്റിയ എന്തോ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ചക്ക കാണുമ്പോൾ താമരയായിട്ടും മാങ്ങ കാണുമ്പോൾ മുല്ലപ്പൂവായിട്ടും ഒക്കെ തോന്നി എന്നുള്ളതാണ്. ശരിക്കും ആകെ പറഞ്ഞവരെ ചെവിയിലൊരു ചെമ്പരത്തിപ്പൂ വെച്ച് കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞത് ഇന്ത്യയിലേക്ക് ഒരു ഇടതുപക്ഷ മനസ്സുണ്ടെന്ന് പറയാനുള്ള കാരണം കേരളത്തിന് അത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 77-ൽ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വരുമ്പോൾ ഇന്ദിരാഗാന്ധി പിന്നെ രാജ്യത്താകെ തൂത്തെറിയപ്പെടുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് നല്ല നേട്ടം കൈവരിച്ചു, ഭൂരിപക്ഷം ജയിച്ചു. നമ്മൾ പറയുന്ന പ്രബുദ്ധ കേരളം എന്ന് പറഞ്ഞാൽ കേരളം കോൺഗ്രസിൻ്റെ കൂടെ നിന്നു. ബാക്കിയുള്ളിടത്തു നിന്നാണ് ഈ സീറ്റൊക്കെ കിട്ടിയത്. അപ്പോൾ അതിനകത്ത് അന്ന് വാജ്പേയി ഉണ്ട്, LK അദ്വാനി ഉണ്ട്, മൊറാർജി ദേശായി ഉണ്ട്, ചരൺ സിംഗ് ഉണ്ട്, തുടങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. ഇവരൊക്കെ ഉണ്ടാകുമ്പം അപ്പോൾ അതൊരു ആൾട്ടർനേറ്റീവ് പ്ലാറ്റ്ഫോമായിട്ട് മാറുക ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ മനസ്സ് എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തുണ്ട്. അതിനകത്ത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പിന്നീട് വരുന്നൊരു വരവേതാ പിന്നെ 89-ലെ VP സിംഗിൻ്റെ വരവ്. VP സിംഗ് വരുമ്പോഴും ആലോചിച്ച് നോക്കുക അതിൻ്റെ സൗന്ദര്യം. ഒറീസയിൽ നിന്ന് ബിജു പട്നായിക്ക് വരുന്നു,
പിന്നെ ലാലു ഉത്തർപ്രദേശിൽ നിന്ന് പിന്നെ മുലായം വരുന്നു, ബീഹാറിൽ നിന്ന് ലാലു വരുന്നു, നിതീഷ് കുമാർ വരുന്നു, ജോർജ് ഫെർണാണ്ടസ് വരുന്നു, എസ് ആർ ബൊമ്മയും കർണാടക ദേവഗൌഡ വരുന്നു, എസ് ആർ ബൊമ്മയും ദേവഗൌഡയും പിന്നെ രാമകൃഷ്ണ ഹെഗ്ഡെ നവീൻ പട്നായിക്, അങ്ങനെ ഉള്ള വലിയൊരു ടീം. നവീൻ പട്നായിക് അല്ല ബിജു പട്നായിക്. ബിജു പട്നായിക് ഞാൻ പറഞ്ഞു. അപ്പം പിന്നെ വലിയൊരു ടീമായിരുന്നു. അതായത് ഒരു പാൻ ഇന്ത്യൻ പിന്നെ സാധനം തന്നെയായിരുന്നു. അതിനകത്ത് ലെഫ്റ്റ് പാർട്ടികൾ പിന്നെ കൂടെ കൂടുന്നു, BJPയും കൂടെ കൂടുന്നു, അങ്ങനെ വരുന്നു. അപ്പം അങ്ങനെ വരുമ്പം ഈ അൺടച്ചബിലിറ്റി എന്നൊക്കെ പറയുന്നത് പല സ്ഥലത്തും പല സമയത്തും മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് കേരളത്തിൽ തന്നെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കോൺഗ്രസും BJPയും തമ്മിലും CPM-ഉം BJPയും തമ്മിലും ഒക്കെ ഡീലുള്ളത് നമുക്കറിയാം. പലയിടത്തും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഒന്ന് വിട്ടു നിൽക്കുക, അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രാദേശിക നീക്കമൊക്കെയാണ്. ഒക്കെ ഉണ്ട്. ഇതിനകത്ത് പിന്നീട് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവം ഇവിടുത്തെ ആലോചിക്കുക, ഒരുത്തൻ പിന്നെ അമേരിക്കയിൽ നിന്ന് വരിക, ക്രോക്രോച്ച് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഓളം ഉണ്ടാക്കിയോ. ജനം ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടിയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ദിവസം പിന്നെ രാജ്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ പിടിച്ചു കിട്ടാൻ പറ്റി. രാജ്യത്തെ മൊത്തം മീഡിയ അത് പിന്നെ ഫോളോ ചെയ്യുക. അല്ല, അത് ഒരു ദിവസം കൊണ്ട് അവസാനിച്ചു. ഒരു ദിവസം കൊണ്ട് അവസാനിച്ചു. കാരണം പിന്നെ പാറ്റ വന്ന പോലെ അങ്ങ് തിരിച്ചു പോയി. പക്ഷേ ഒരു തേർഡ് ഓപ്ഷന് വേണ്ടി, ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാറ്റ്ഫോമിന് വേണ്ടി ആളുകൾ കൊതിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇങ്ങനെ. ഇത് ജൻസി കാലഘട്ടത്തിനകത്ത് ഒന്നും കൂടെ വ്യത്യാസമായിട്ടുള്ള രീതിയിലും കൂടി പോകുന്നതാണ്. ഇപ്പോൾ അതേസമയം തന്നെ ആലോചിച്ച് നോക്ക്, ജനാധിപത്യത്തിൽ നിന്ന് രാജാധിപത്യത്തിലേക്ക് തിരിച്ചു പോകണം നമ്മൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പം നേപ്പാളിൽ എന്തോ സംഭവിക്കുന്നത്? നേപ്പാളിൽ പറയുന്ന രാജഭരണം മതി എന്നാണ് പറയുന്നത്. ജനാധിപത്യം അവർ പിന്നെ മടുത്തു അവർക്ക്. പല ആൾക്കാരും വന്ന്, കമ്മ്യൂണിസ്റ്റുകാരും വന്നു, പിന്നെ നേപ്പാളി കോൺഗ്രസ് പാർട്ടിയും വന്നു, ഒക്കെ വന്നു. പക്ഷേ നേപ്പാളിനെ അങ്ങ് ശരിയാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ രാജാവ് വരണം രക്ഷിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇത് ഒരു വശത്ത് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ഥിതി ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഞാൻ പറഞ്ഞില്ല, ആം ആദ്മി പാർട്ടി വരുന്നത് എങ്ങനെയാണ്? ആം ആദ്മി പാർട്ടി ഒരു സുപ്രഭാതത്തിൽ രാംലീല മൈതാനത്ത് അണ്ണാ ഹസാരെ നടത്തിയ ആ സമരത്തെ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായിട്ട് അരവിന്ദ് കെജ്രിവാളും എല്ലാം മാറ്റിയിട്ട് യോഗേന്ദ്ര ഗുപ്ത ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങനെ ഇയാൾ ചവിട്ടി പുറത്താക്കി, മനീഷ് സിസോദിയെ ഒപ്പം കൂട്ടി. സെൽഫിഷ്നെസ് ആണ് ആ പാർട്ടി തകർത്ത് വലിയ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന അതും IRS ഉദ്യോഗസ്ഥരായിരുന്നു. BRS എടുത്തതാണ്. അപ്പോൾ റവന്യൂ സർവീസിലുണ്ടായിരുന്നതാണ് അരവിന്ദ് കെജ്രിവാൾ. പക്ഷേ അരവിന്ദ് കെജ്രിവാളിന് ഇടയ്ക്ക് അയാൾ മാറുന്ന സമയത്ത് ഭാര്യയെ ആക്കണം എന്ന് വരെ ഒരാഗ്രഹം കയറി. അപ്പോൾ വേറൊരു തരത്തിലുള്ള ഒരു പോക്കറ്റ് സംഘടനയായിട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് പോയി. അതിനകത്ത് വേറെ കാര്യം ഇടയ്ക്ക് പറയേണ്ടതുണ്ട്. ഈ BJPയുടെ നിലനിൽപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP ഭാര്യയും മക്കളെ ഒന്നും അധികം കൊണ്ടുവരുന്നില്ല. ഇല്ല അവര് ഒരു പൊളിറ്റിക്കൽ ഇലക്ഷനാണ്. BJPയും CPM അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇലക്ഷനാണ് അതിനകത്ത് നടന്നത്. അത് ഈ മൂന്ന് പാർട്ടികൾക്കേ ഉള്ളൂ, BJP, CPM, CPI. അല്ലാത്ത ഏത് പാർട്ടി എടുത്ത് നോക്കിക്കോ. കർണാടകയിൽ പിന്നെ യെദ്യൂരപ്പയുടെ മോനാണ് ഇപ്പം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. കേരളത്തിൽ പിന്നെ കോൺഗ്രസിനകത്ത് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ആളെ പിടിച്ച് ഇടുന്ന രീതി. എന്നാലും താരതമ്യേന കുറവാണ്, കാരണം ആപ്റ്റായിട്ടുള്ള ആൾക്കാരെ ഇട്ടിട്ടുള്ളൂ. ഇപ്പം തൃക്കാക്കരയിലും തോമസും അല്ലെങ്കിൽ പിന്നെ ഉൾപ്പെടെ പുതുപ്പള്ളിയിലും ചാണ്ടിയുമ്മനും ഒക്കെ വന്നതാണ്. അവർ പിന്നെ അതിന് യോഗ്യരായിരുന്നു. അതുകൊണ്ട് പിന്നെ ശബരിയുടേതും അതിനകത്ത് അയോഗ്യതയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കേരളം വിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ, തമിഴ്നാട്ടിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നേരെ പിന്നെ അപ്പം വരുന്നു, പിന്നെ മോൻ വരുന്നു. അത് കഴിഞ്ഞിട്ട് ഉദയനിധി പിന്നെ സ്റ്റാലിനെ ഇതാക്കാൻ വേണ്ടി ഇരുന്നതാണ്. അല്ല, ഡെപ്യൂട്ടി CM ആക്കാൻ വേണ്ടി ഇരുന്ന ഈ പ്രാവശ്യം. ജയലളിതയുടെ ആണെങ്കിലും വരുമ്പോഴും അത് ഒരു ജയലളിതയ്ക്ക് മക്കളില്ലാത്തതുകൊണ്ട് വേറെ രീതിയിലുള്ള പാരമ്പര്യം. ജയലളിത വരുന്നു പാരമ്പര്യത്തിന്റെ പുറത്താണ്, MGR-ആയിട്ടുള്ള ബന്ധത്തിന്റെ പുറത്താണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ജയലളിത കഴിയുമ്പോൾ പിന്നെ മറ്റേ അമ്മച്ചി ഉണ്ടായിരുന്നല്ലോ, അവര് ശശികലയാവാൻ നോക്കുന്നു. പിന്നെ എടപ്പാളി, മറ്റേ എരപ്പാളി ഒക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം അങ്ങനെ വരുന്നു. അവരവരുടെ മക്കളെ MP-മാരാക്കുന്നു. പിന്നെ പനീർശെൽവത്തിന്റെ മകൻ MP ആണെന്ന് തോന്നുന്നു ഇപ്പം നിലവിൽ. ആന്ധ്രയിലോട്ട് പോയി കഴിഞ്ഞാലോ, ആന്ധ്രയിലുള്ള സ്ഥിതി ഇത് തന്നെ. അവിഭക്ത ആന്ധ്രനെ എടുത്തു പോയിക്കും. ആന്ധ്രയിൽ ആദ്യമൊന്നും അങ്ങനത്തെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ YS രാജശേഖർ റെഡ്ഡിക്ക് ശേഷം പിന്നെ വരുന്നത് മകനാണ്. റോസയ്യെ കുറച്ചു കാലം ആക്കിയെങ്കിലും മകൻ വന്ന് അധികാരം പിടിച്ചു. ചന്ദ്രബാബു നായിഡുവോ NT രാമറാവുവിന്റെ മരുമോനാ. അങ്ങനെയാണ് അതും ആ ഒരു വഴിക്കാ പോകുന്നത്. ഇപ്പുറത്ത് ജഗൻമോഹൻ റെഡ്ഡിയുടെ പിന്നെ പെങ്ങള് ഇപ്പുറത്ത് തെലങ്കാനയില് കോൺഗ്രസിന്റെ അധ്യക്ഷയാണ്. ഉത്തർപ്രദേശിലോട്ട് നോക്കുമ്പോൾ മുലായം സിംഗ് യാദവും പിന്നെ അഖിലേഷ് യാദവ്, അഖിലേഷിന്റെ ഭാര്യ, മൊത്തത്തിൽ അങ്ങനെ. ബംഗാളിലെ പ്രാവശ്യം പിന്നെ 3 പ്രാവശ്യം ഇരുന്നപ്പോഴത്തേക്ക് മമതാ ബാനർജി മരുമോനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുന്നു. പിന്നെ ബിജു പട്നായിക്കിൻ്റെ കഴിഞ്ഞപ്പോൾ നവീൻ പട്നായിക്ക് അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പിന്നെ ഒരു ഒഡിയയിൽ വരുന്നു. ഇപ്പുറത്തെ തേജസ്വി യാദവും മറ്റേ യാദവും ഒക്കെ കൂടെ ലാലു പ്രസാദ് യാദവിൻ്റെ ഒരു പിന്നെ ആരോഗ്യം ക്ഷയിക്കുമ്പോഴത്തേക്ക് അവരുടെ ഒരു നിയന്ത്രണത്തിലേക്ക് പോകുന്നു. ഇപ്പം കർഷക പ്രക്ഷോഭം നടന്നു
അറിയാലോ 2020 അവസാനത്തിൽ 2021 തുടക്കത്തിലായിട്ട് രാജ്യത്തെ കത്തിച്ച ഒരു സമരമായിരുന്നു അത്. ആ കർഷക പ്രക്ഷോഭം പിന്നെ വഴിയിലായിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പം ജനം ഇളകാൻ തീരുമാനിച്ചാൽ, ഇളക്കാൻ പറ്റുന്നൊരു പ്രത്യയശാസ്ത്രം ഉണ്ടെങ്കിൽ, ഒരു ഐഡിയോളജി ഉണ്ടെങ്കിൽ, അതിന് പറ്റുന്നൊരു പിന്നെ പ്ലാറ്റ്ഫോം ഉണ്ടെന്നുണ്ടെങ്കിൽ ജനം ഇപ്പോഴും പിന്നെ ഇപ്പം ഗ്യാസിൻ്റെ വില, പഠിക്കാൻ സൗകര്യമില്ല ഉന്നത വിദ്യാഭ്യാസത്തിന്, അപ്പോൾ സാധാരണക്കാരന് പഠനത്തിൻ്റെ ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. പൊതുജനാരോഗ്യ മേഖലയിൽ ഈ കേരളത്തിലെ തന്നെ അവസ്ഥ ഇത്രയും മോശമാണ്. ബാക്കിയുള്ളടത്ത അവസ്ഥ പിന്നെ പറയണ്ടല്ലോ, ആശുപത്രിയിലോട്ട് കയറി പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം കൂടെ വരുമ്പം പിന്നെ ഈ പെട്രോളിൻ്റെ വില ഇതെല്ലാം വർധനവ് വരുമ്പം ഒരു പുതിയ പാർട്ടിക്കുള്ള സ്പേസ് ഉണ്ട്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് ദേശീയ തലത്തിലുള്ള ചില പാർട്ടികൾ ചേർന്നുകൊണ്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക വേണ്ടി. അതിന് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റും. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു കഴിഞ്ഞാൽ അത് വരാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ തന്നെ ആലോചിച്ച് നോക്കിയാൽ ഇപ്പം കേരളത്തിൽ ഇപ്പോൾ ഒരു പുതിയ പാർട്ടിക്കുള്ള സ്കോപ്പുണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അതായത് ഈ ഐഷ പൊറ്റിയും ഈ ടി ഗോവിന്ദനും ഈ കുഞ്ഞികൃഷ്ണനും ഈ പിന്നെ ജി സുധാകരനും എല്ലാം കൂടെ കൂടിയിട്ട് കെ രമയും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു ബ്ലോക്കായിട്ടിരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം വരും. CPM മറികടന്ന് അവർ പിന്നെ രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറും. അപ്പം എന്തായിരുന്നു അതിൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ തന്നെയാണ്. രാജ്യത്ത് ഇതിനൊരു സ്പേസ് ഉണ്ട്. ശ്രീലങ്കയിൽ ഇടതുപക്ഷക്കാരനാണ് അവിടുത്തെ പ്രസിഡന്റ് ഇപ്പം ശ്രീലങ്കയിൽ. അപ്പം ഇവിടെയും ഒരു റിയൽ ഇടതുപക്ഷം ഉണ്ടാക്കിയെടുക്കാനുള്ള സ്പേസ് ഉണ്ട്. ഒരു റിയൽ ഇടതുപക്ഷത്തിന് വേണ്ടി ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് പിന്നെ ബുദ്ധിജീവികളായ ആളുകൾ, വിദ്യാസമ്പന്നരായ ആളുകളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ആര് മുൻകൈ എടുക്കും എന്നത് മാത്രമാണ്. സ്പേസ് ഇവിടെയുണ്ട്.